ഹലോ ഫ്ലൈവീലേഴ്സ്, നമ്മളിന്നിപ്പോൾ ഉള്ളത് ഇന്ത്യേൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്താണ്, കാശ്മീരിലുള്ള ഇപ്പോഴുള്ള ശ്രീനഗറിലാണ്. ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രൈവിന് വേണ്ടിയാണ്. ഡിഫൻഡർ ജേർണീസ് ലാൻഡ് റോവറും കൂഗ മോട്ടോർ സ്പോർട്ടും ചേർന്ന് നടത്തുന്ന ഒരു കസ്റ്റമർ ഡ്രൈവാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ മീഡിയക്ക് ഒരു ഡ്രൈവ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഞാനുള്ളത്. ശ്രീനഗർ നമ്മൾ ലേ വരെയുള്ള ഡ്രൈവാണ്. പക്ഷേ ഇത് ഒറ്റയടിക്കുള്ള ഡ്രൈവല്ല, 5 ദിവസം സ്പ്രെഡ് ചെയ്തുള്ള ഡ്രൈവാണ്. ഇന്നത്തെ സ്ട്രെച്ച് നമ്മൾ പോകണേ ശ്രീനഗറിൽ നിന്ന് പോയി സ്റ്റോൺമാർഗ്, ജോജില പാസ്, അതേപോലെ തന്നെ കാർഗിൽ വരെ എത്തും. എന്തായാലും ഫസ്റ്റ് പാർട്ട് ഇവിടെ തുടങ്ങുകയാണ്. It's a different experience, so you can also join with me. And this is my car. Enjoy. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ശരിക്കും ജോജില പാസ് അല്ല, ശരിക്കുള്ള ക്ലൈംബ് എല്ലാം ഇവിടെയുള്ള റോഡെല്ലാം വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഏത് കാലത്ത് വന്നാലും ഇവിടെ ഭയങ്കര ഭംഗിയെല്ലാം കാണാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള കുറച്ചുകൂടി നമ്മൾ ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള റൂട്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. മേലെ ഫീറ്റ് ഉണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന കർദുംഗലുണ്ട്, ചാംഗ്ലുണ്ട്, അതെല്ലാം നമ്മൾ ഇത്തവണ മിക്കവാറും പാസ് ചെയ്യുന്നുണ്ടോ. ഉംലിംഗ്ല പോകുന്നില്ല. പക്ഷേ ഇത് ജോജില പാസ്സാണ്. നമ്മൾ സോൻമാർഗ് കഴിഞ്ഞാൽ കാർഗിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പാസ്സാണ്. എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയക്ക് പറഞ്ഞാൽ 0 പോയിന്റ് എന്നാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോഴും കുറച്ച് മഞ്ഞുകളെല്ലാം നിൽക്കുന്നതായിട്ട് കാണാം. എല്ലാം മഞ്ഞാണ് ആക്ച്വലി. പക്ഷെ അതിൻ്റെ രൂപം, കാലവും കളറൊന്നും കണ്ട മഞ്ഞായി തോന്നില്ലെങ്കിലും മഞ്ഞിൻ്റെ ലാസ്റ്റ് ബിറ്റാണ്. സോ ഈ ഒരു ഭാഗമാണ് 0 പോയിന്റ്. ഇവിടെ കുറച്ചുകൂടി തണുപ്പായി കഴിഞ്ഞാൽ എപ്പോഴും ഫ്രീസ് ചെയ്തിട്ട് മഞ്ഞുണ്ടാവും. സ്കീയിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസെല്ലാം നടക്കും. ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ദൂരമില്ല. കാർഗിൽ എത്തണ്ട, അതിൻ്റെ മുന്നെയാണ്. ഏകദേശം ഗ്രാസിൽ നിന്നും ഒരു 10 കിലോമീറ്ററാണുള്ളത്. എൻ്റെ മുന്നിൽ ലീഡായിട്ടുള്ള ആശിഷിൻ്റെ ഡിഫൻഡറാണത്. ഇവിടെ നമ്മൾ കാണുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുകിട കാറുകൾ ഡിഫൻഡറെല്ലാം കാണുമ്പം അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടോനെ കയ്യിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കലി നമ്മൾ കോൺവോയ് ആയിട്ട് പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് അധികം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നത് അടുത്തടുത്ത്. അപ്പോൾ ഈ ഓട്ടോക്കാരൻ വേണം പോയിക്കോട്ടെ, കാണിച്ചു തരാം. ഇവർക്കൊരു ഭയങ്കര രസമാണ്. ഇപ്പോൾ ഓൾട്ടോ അല്ല, മറ്റേ ടാക്സി റേഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വണ്ടികൾ, ഈ വലിയ വണ്ടി കാണുമ്പോൾ അവർക്കൊരു രസമാണ് ഇതിനെ ഓവർടേക്ക് പോകാൻ. അതാണ് നമുക്ക് അധികം റീലിൽ കാണുന്നത്. ഓൾട്ടോ എല്ലാം പെർഫോം ചെയ്യുന്നു, മറ്റേതെല്ലാം. ശരിക്കും ഓഫ് റോഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചിട്ടാണ്. ചിലപ്പോൾ നമ്മൾ റീൽസിലൂടെ ഓൾട്ടോയും സ്കോർപ്പിയോനെയും അതുപോലെ തന്നെ 4 വീലർ വണ്ടീനെല്ലാം ഓവർടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ അത് പറ്റാത്ത സ്ഥലത്തിട്ട് പോകുന്നതാണ്. ഓടിക്കാനുള്ള സ്കില്ലും വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഓടിച്ച് പഴകിച്ച ആൾക്കാരായിരിക്കും ഇവർ. അവർക്ക് 4 വീലർ ഒന്നും വേണ്ടിയല്ല. ദേ ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ എ ഗായ് ഹൂസ് ന്യൂ വിത്ത് 4 വീലർ കാർ. സോ സീ യു അറ്റ് കാർഗിൽ മ്യൂസിയം. സോ നമ്മൾ അടുത്ത് നിർത്തിയിട്ടുള്ളത് കാർഗിൽ വാർ മെമ്മോറിയലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻസ് എല്ലാം അഭിമാനിക്കാവുന്ന, കാർഗിൽ യുദ്ധം ജയിച്ചപ്പം സ്ഥാപിച്ചിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് കാർഗിൽ മെമ്മറീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ കുറേ കാലം ഇവിടെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഷോർട്ട് ടൈം ഇവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ക്വിക്കലി ഞാൻ പറഞ്ഞാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പല യൂട്യൂബും മറ്റെല്ലാം കാണാൻ പറ്റും. എന്തായാലും പക്ഷേ ഇതിൽ പാസ് ചെയ്യുന്നവരിവിടെ എന്തായാലും കയറണം. ഇറ്റ് ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ കാർഗിൽ മെമ്മോറിയൽ നിന്നും കാർഗിലേക്ക് പോവാണ്. കാർഗിൽ മെമ്മോറിയലിലുള്ള സ്ഥലം ആക്ച്വലി കാർഗിൽ ഡിസ്ട്രിക്റ്റിൽ പെടുന്നതുകൊണ്ടാണ് ആ പേര് വന്നില്ല. ഈവൻ ആ യുദ്ധത്തിന് തന്നെ ആ പേര് വന്നില്ല. ആക്ച്വലി ആ യുദ്ധമെല്ലാം നടന്ന സ്ഥലങ്ങൾക്ക് വേറെ പേരുകളുണ്ട്. അത് ആ മൗണ്ടൻ സ്ട്രെച്ചിൻ്റെ പേരുകളിലാണ്.
ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ദ്രാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്ഥലമാണ്. ഇൻഹാബിറ്റഡ് സ്ഥലം, ആളുകൾ താമസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിയാച്ചിൻ ആ ഗ്ലേഷ്യേഴ്സിൻ്റെ അടുത്തുള്ള അതിന് എഫക്റ്റീവായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലം തന്നെയാണ് ദ്രാസെല്ലാം. ഇവിടുന്ന് നമ്മൾ ആക്ച്വലി കാർഗിൽ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ടുള്ള റോഡാണിത്, അടിപൊളി റോഡാണ്. ഇതാ നമുക്ക് ബ്ലോക്ക് ഓഫീസേഴ്സെല്ലാം ഉണ്ട് ഇടയ്ക്ക്. പക്ഷെ എന്തായാലും ഈ ഒരു വണ്ടി ഡിഫൻഡർ 110 ബ്രില്യൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു മോണക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ല രീതിയിൽ ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് ഐ എം ഡൂയിങ് നൗ. 6 മണിയായി, സ്റ്റിൽ ദർ ഇസ് ലൈറ്റ് ആൻഡ് അമേസിങ് സ്ട്രിച്ച് ഓഫ് റോഡ്സ്. ബ്യൂട്ടിഫുൾ. കാർഗിൽ വാർ മ്യൂസിയത്തിൽ നിന്ന് കാർഗിൽ ടൗൺ എത്തിയോടുകൂടി ആദ്യ ദിവസം അവസാനിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് ലാമയൂരിലേക്കുള്ള ഡ്രൈവുമായിട്ടാണ്. വളരെ സിനിക്കായിട്ടുള്ള മൗണ്ടൻ പാസ്സാണ് ഇതിലുള്ളത്. ലാമയൂർ എത്തുന്നവരെ നമുക്ക് ഒരു തരത്തിലുള്ള ഓഫ് റോഡും എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ലാമയൂർ എന്നുള്ള കോഫി ബ്രേക്ക് കഴിഞ്ഞ് ആൽച്ചിലേക്കുള്ള വഴിയിലാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടായിരുന്നത്. ഈ ഡ്രൈവിൽ ഏറ്റവും 2 എക്സൈറ്റിംഗ് റൂട്ടിൽ ഒന്ന് തന്നെയായിരുന്നു എനിക്ക്. ഇത് മുമ്പ് റെയ്ഡേ ഹിമാലയ റാലിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേജ് റൂട്ടാണ്. ഇവിടെയാണ് ആശിഷ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് വെച്ചിരുന്നത്. ഈ റോഡ് ഫുള്ളി അൺപേവ്ഡും ഓഫ് റോഡുമാണ്. വളരെ വീതി പറഞ്ഞിട്ടുള്ള സൈഡ് ഫെൻസിംഗ് ഒന്നും ഇല്ലാത്ത വളരെ റിസ്കി ആയിട്ടുള്ള റൂട്ട് വരുന്നത്. ഈ റൂട്ടിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ പറ്റി. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാവൽ ബ്ലോഗറായ പല്ലവിക്ക് കണ്ടെടുത്ത വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം. This is a bit I really enjoyed. To be frank, I initially thought I'll be a bit disappointed about this off-road stretch, but it was amazing. This is the old road which we have taken, and it was stage 4 in Raider Himalaya. Wow. So it was amazing, and you just assume how these rally drivers did in a higher pace on this risky patch of Himalayas, and it's a very unpredictable road. Anytime it can change the shape, anytime you can have loose stones coming down, and this is what Defender is actually meant. ഫുഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അത് ആൽച്ചി കിച്ചണിലായിരുന്നു. വളരെ കൺവെൻഷനായിട്ടുള്ള ലഡാക്കി ഫുഡാണ് അന്ന് സെർവ് ചെയ്തിരുന്നത്. മെയിൻലി നോൺ വെജിറ്റേറിയൻ ആണ് ഈ ഭക്ഷണം. മട്ടൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇവർ യൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ ആൽച്ചി കിച്ചൻ്റെ ഓണർ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നു, അവരെങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ആൽച്ചിയിൽ നിന്ന് വിട്ട് നേരെ ഞങ്ങൾ പിടിച്ചത് ലഡാക്ക് ടൗണാണ്. ലഡാക്ക് ടൗണിൽ നിന്ന് പിന്നെ പോയിരുന്നത് തിക്ഷെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയായിരുന്നു അന്നത്തെ താമസം. ചമ്പ ക്യാമ്പ് എന്ന് പറഞ്ഞ ലക്ഷറി ടെൻറ്റിംഗ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ലഡാക്കി കൾച്ചർ ട്രിപ്പായിട്ടാണ് ഡിഫൻസ് ജേർണി ഡിസൈൻ ചെയ്തത്. അതിൽ ഒരു കാര്യമുള്ളത് കൾച്ചർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ലക്ഷറി, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു എക്സ്പീരിയൻസുകളാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മളുള്ളത് ചമ്പ ക്യാമ്പിലാണ്. ഇത് ലേന്ന് ഒരു 15-16 കിലോമീറ്റർ മാറി തിക്സിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അടിപൊളി ക്യാമ്പിംഗ് ഫെസിലിറ്റി, ലക്ഷറി ടെൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ കൾച്ചർ പ്രോഗ്രാം, ഇവിടുത്തെ ഫുഡ്, അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടല്ലോ, നമ്മൾ ലേൻ്റെ ഫുഡ് കഴിച്ചില്ല, ലഡാക്കി ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ കാശ്മീരിലായിരുന്നപ്പോഴും ശ്രീനഗറിൽ വന്നപ്പോൾ കാശ്മീരി ഫുഡ് കഴിച്ചു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഡിഫൻഡർ ജേർണിയിലൂടെ അവർ തരുന്നത്. വെറും ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ്, വെറും ഒരു ഓഫ് റോഡ് മാത്രമല്ല, ഒരു ഡിഫൻഡർ ഓണർ എന്തൊക്കെയാണോ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കാണുന്നത് അത് കാണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇന്ന് ഈ ഡേ 2 ഈ നൈറ്റ് ക്യാമ്പിലുള്ളത്. സോ
Let's enjoy. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നിപ്പോൾ ഡേ 3 ആണ്. നമ്മളിന്നിപ്പോൾ ഉള്ളത് ഒരു ക്യാമ്പ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. ടെൻറ്റ് ക്യാമ്പാണ് അത്. പക്ഷേ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ ടെൻ്റ് അല്ല, ലക്ഷറി ടെൻറ്റാണ്. സോ ബേസിക്കലി ഡിഫൻഡർ ജേർണീസ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ല രാത്രി പറഞ്ഞ പോലെയാണ്, ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ആണ്. വെറുതെ ഒരു ഡ്രൈവ് പോകാമെന്നുള്ളതല്ല. അപ്പോൾ ഡ്രൈവ് പോകാൻ പല ഡ്രൈവുകളും നടക്കുന്നുണ്ട്, ഓഫ് റോഡ് ആണെങ്കിൽ അതും നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡിഫൻഡർ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർക്ക് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം അഡ്വഞ്ചറസും ആയിരിക്കും, അതുപോലെ തന്നെ ലക്ഷൂറിയസ് ആയിരിക്കും. അത്തരത്തിലുള്ളൊരു ടെൻറ്റിലാണ് നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത്. ചമ്പ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ ഒരു ടെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ടെൻറ്റും അല്ല, ലക്ഷറി ആയിട്ടുള്ള ടെൻറ്റാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, അടിപൊളി റൂമാണ്, നല്ല വാംഡാണ്. ഈവൻ തണുപ്പുണ്ടെങ്കിൽ 7 ഡിഗ്രി അപ്പോൾ രാവിലത്തെ തണുപ്പ്, എന്നാലും തന്നെ ഉള്ളിൽ വാമല്ലായിട്ട് നിൽക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത്. സോ ഇതാണ് ഡിഫൻഡർ ജേർണിയുടെ ഒരു മെയിൻ ഒരു എസൻസായി നിൽക്കുന്നത്. നോട്ട് ജസ്റ്റ് എ ഡ്രൈവ്, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ്. അടുത്ത ദിവസം ആരംഭിക്കുന്നത് ലഡാക്കിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മൊനാസ്ട്രി വിസിറ്റ് ചെയ്തിട്ടായിരുന്നു. തിക്സെ മൊനാസ്ട്രി എന്നായിരുന്നു ഇതിൻ്റെ പേര്. സാധാരണ ഏത് മൊനാസ്ട്രിയും പോലെ ഒരു കുന്നിൻ്റെ മേലെയായിരുന്നു ഈ മൊനാസ്ട്രി ഉള്ളത്. എന്നാൽ ഭാഗ്യവശാൽ മൊനാസ്ട്രിയുടെ അടുത്ത് വരെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിൻ്റെ ശേഷം ഫുൾ മൊനാസ്ട്രിയും സ്റ്റെപ്പ് കയറി തന്നെ കാണണം. അത്യാവശ്യം നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. എന്തായാലും എനിക്കത് സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവ് ലോകത്ത് തന്നെ ഒരു കാലത്ത് ഏറ്റവും ഹൈറ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്നറിയപ്പെട്ടിരുന്ന കാർദുങ്ല പാസിലൂടെ ആയിരുന്നു. എൻ്റെ ആദ്യ ലേ ട്രിപ്പ് അനുസ്മരിക്കുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻ സെൻറ്റർ മാത്രമായ പോലെയുള്ള എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായി മാറിയ പോലെയാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കാർദുങ്ലിൻ്റെ സ്ഥാനം ലോകത്തെ ഏറ്റവും ഹൈറ്റുള്ള റോഡുകളിൽ 11ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും ഉയരമുള്ള റോഡ്, അത് ഉംലിംഗ്ല പാസ്സാണ്. കാർദുങ്ലയിൽ നിന്ന് ഞങ്ങൾ നേരെ വിടുന്നത് നോർത്ത് പുള്ളു ആയിരുന്നു. നോർത്ത് പുള്ളിൽ നിന്ന് കോഫി ബ്രേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ലക്ഷ്യം വെച്ചത് ചമ്പ ക്യാമ്പിൻ്റെ തന്നെ ദിസ്കിറ്റ് ക്യാമ്പിലേക്കായിരുന്നു. ദിസ്കിറ്റിന് തൊട്ടടുത്താണ് നൂബ്ര ഡ്യൂൺ. അവിടെ ഫേമസ് ആയി നിൽക്കുന്നത് ഇന്ത്യയിൽ ഡബിൾ ഹമ്പ് ഒട്ടകളുടെ ഏക സ്ഥലം ആയിട്ടാണ്. അന്ന് വീണ്ടും ഒരു മൊനാസ്ട്രി ചിലരെല്ലാം വിസിറ്റ് ചെയ്തു. അന്നത്തെ ഡിന്നറോടുകൂടി ആ ദിവസം അവസാനിക്കുകയും ചെയ്തു. 4ാം ദിവസം നമ്മളുടെ ഡ്രൈവ് കൂടുതലും ഓഫ് റോഡ് തന്നെയായിരുന്നു. അകം വരെ ഫുൾ റിവർ ബെഡിലൂടെയുള്ള ഓഫ് റോഡ് ഡ്രൈവായിരുന്നു. ഞാനായിരുന്നില്ല അന്ന് കൂടുതൽ ഓടിച്ചത്. എന്നെക്കാളും അധികം ഓടിച്ചിരുന്നത് പല്ലവി ആയിരുന്നു. എൻ്റെ കോ ഡ്രൈവറായിട്ടുള്ള പല്ലവി ആദ്യമായിട്ടാണ് ഓഫ് റോഡ് ഓടിക്കുന്നത്. അകം എത്തിയപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ ദിവസത്തെ മറ്റൊരു മനോഹരമായ കാഴ്ച ദുർബുക്കിലുള്ള ലഞ്ചായിരുന്നു. റിവർ സൈഡിലോട്ട് ചേർന്നിട്ടുള്ള വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ലഞ്ച് തന്നെയായിരുന്നു ഇതും. ട്രാഫിക് ബ്ലോക്ക് കാരണം നമ്മൾ ലഞ്ച് വൈകിട്ട് കഴിക്കേണ്ട അവസ്ഥയിലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന അകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ലൊരു ജിഞ്ചർ ലെമൺ ടീ ഈ ഒരു സ്ട്രീമിൽ മുഖമൊന്നും കഴുകി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ട്. നേരത്തെ കണ്ടല്ലോ, ഈ റൂട്ടിൽ നമ്മൾ ഏറ്റവും എന്താ പറയുക, റോഡില്ലാതെ വന്ന പ്രശ്ന റൂട്ട് ഇതാണ്. വൺ ഓഫ് ദ ടഫസ്റ്റ് റൂട്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മളെ റാലി കോഴ്സും ഇതുമായിരുന്നു ഏറ്റവും ടഫ്. ഇതിൽ 2 പാർട്ട് ഉണ്ടായിരുന്നു ഡ്രൈവ്. ഒരു പാർട്ട് ഞാൻ ഓടിച്ചു, മറ്റേ പാട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ ഡ്രൈവറായിരുന്ന പല്ലവി എന്ന് പറഞ്ഞ ട്രാവൽ ജേർണലിസ്റ്റാണ്. പുള്ളിക്കാരി ഫസ്റ്റ് ടൈമാണ് ഓഫ് റോഡ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്ട്രക്ടർ പോലെയായിരുന്നു. ബട്ട് ഷീ ഡൺ വെരി വെൽ ആൻഡ് വെരി ടഫ് റോഡ്. കാരണം ഇന്നിപ്പോൾ റോഡ് ഉണ്ടാക്കുന്നതിലായിട്ട് പൊളിഞ്ഞെടുക്കുന്ന കുറേ ഭാഗമുണ്ട്, പിന്നെ ഇടിഞ്ഞ ഭാഗമുണ്ട്. അവിടെ എല്ലാം നമ്മൾ എഡ്ജ് കൂടെ എല്ലാം എടുത്ത്. പക്ഷേ എക്സ്പീരിയൻസ് ലൈക്ക് ഒരു ലക്ഷറി എന്നുള്ള ഭാഗം എന്താ വെച്ചാൽ ഇപ്പോൾ മോണോക്കോക്ക് ബിൽഡും സസ്പെൻഷൻ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആ ലക്ഷറി എന്നുള്ള എലമെൻറ്റ് നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്, കംഫർട്ട്. നമ്മൾ ഇത്രയും വന്നിട്ടുണ്ട് ടയർഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കുടിക്കുമ്പോൾ ഒന്നുകൂടെ റിഫ്രഷ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനിയുണ്ട് അങ്ങോട്ടേക്കുള്ള സ്റ്റോറീസ്. സ്റ്റേ ട്യൂൺ. നമ്മൾ ഈ ഡിഫൻഡർ ജേർണിയുടെ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുള്ളത് പാങ്കോങ് ലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 13,000 അടിയുടെ മേലെ നിൽക്കുന്ന നാച്ചുറലി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേക്കാണ്. ഈ വെള്ളം വരുന്ന ഉറവയായിട്ടാണ്, അല്ല വേറെ മലൻ്റെ മേലെ നിന്ന് വെള്ളമല്ല. ഇവിടുന്ന് വെള്ളം പോയിട്ടാണ് പല പുഴകളുണ്ടാകുന്നത്. 13,000 അടീൻ്റെ മേലെ നിൽക്കുന്ന വലിയൊരു ലേക്കാണ്. ഇതിൽ 1/3 ഭാഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത്, ബാക്കി ചൈനയിലാണ്. വളരെ മിനറൽസുള്ള വാട്ടറിലാണുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന 2011 അതിന് ശേഷം ഇവിടെ വരുമ്പോൾ വീണ്ടും എക്സൈറ്റ്മെൻറ്റ്. കാരണം കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ബ്ലൂ, വളരെ ഡിഫറെൻറ്റ് ടോൺസിലുള്ള ബ്ലൂ എല്ലാം കാണാം. അത്രയും മിനറൈസ്ഡ് ആയിട്ടുള്ള വാട്ടറാണ് ഇതിലുള്ളത്. പിന്നെ പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലേയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാങ്കോങ്ങിൽ എത്തുന്ന ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്നും 2-3 വില്ലേജ് കഴിഞ്ഞിട്ടുള്ള മിറക് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടില്ല. ഈ മിറക്കിൻ്റെ ഇവിടെയുള്ള ഏറ്റവും നല്ല ഹോട്ടലാണത് ദ മിറക് എന്ന് പറഞ്ഞ ഹോട്ടൽ. അതേപോലെ തന്നെയായിരുന്നു ഇതുവരെ നമ്മളെല്ലാ എക്സ്പീരിയൻസും. ഏറ്റവും നല്ല ഹോട്ടൽ, ഏറ്റവും നല്ല ഫുഡ്. സാധാരണ നമ്മൾ ഹിമാലയം കയറുമ്പം
ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യാറുള്ള മാഗി കഴിച്ചിട്ടാണ്. പക്ഷേ ഇവർ ലഞ്ചിന് പോലും എല്ലായിടത്തും ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ലഞ്ചല്ല വന്നിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൾച്ചർ പ്രോഗ്രാം, നല്ല ഫുഡെല്ലായിട്ട്. സാധാരണ ഡിഫൻഡർ ജേർണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഡ്വഞ്ചർ ആയിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക. അഡ്വഞ്ചർ ഉണ്ട്, ഡെഫിനറ്റ്ലി നല്ല അഡ്വഞ്ചറിലുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ലക്ഷറിയും ലൈഫ് സ്റ്റൈലും എല്ലാം വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഡ്രൈവ് ഡിഫറെൻ്റ് ആവുന്നത്. നമുക്കിപ്പം ഇന്ന് ഇവിടുന്ന് പോകാനുള്ളത് തിരിച്ച് ലേയിലേക്കാണ്. ലേയിലെത്തിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഹോട്ടൽ നമ്മൾ സ്റ്റേ ചെയ്യും. അവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നിന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഇനി തിരിച്ചുള്ള 2 ഡ്രൈവാണ് ഉള്ളത്. ഒന്ന് നമ്മൾ വന്ന് അതേ റൂട്ടിലൂടെ പോവാം. ഇവിടെ മറ്റൊരു റൂട്ടിൽ ഇവിടെ റൈറ്റ് എടുത്തിട്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അത് കടന്നിട്ട് പോയിട്ട് ബോർഡറിനോട് ചേർന്ന് പോകുന്ന റൂട്ടാണ്. അവിടെ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളവിടെ ഷൂട്ട് ഉണ്ടാവില്ല. 100 കിലോമീറ്റർ കൂടും, പക്ഷേ ഫുള്ളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫുള്ളി ഓഫ് റോഡ് റൂട്ടാണ്. ഫോണിലെടുക്കാൻ പറ്റുന്നിടത്തോളം വിഷ്വൽസ് ഞാൻ കാണിക്കാം. എന്നാലും ഡ്രൈവ് ഇവിടെ എൻഡ് ചെയ്യും. എന്തായാലും നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇതേതായാലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇവൻറ്റാണ്. ഡിഫൻഡർ വേണം നിർബന്ധമില്ല, കുറച്ച് കാശ് ഉണ്ടായാൽ മതി. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി വളരെ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസും ഒരു മെമ്മറബിൾ മൂമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കപ്പിളെല്ലായിട്ട് വരാൻ പറ്റും. ഇക്കൊല്ലത്തെ എൻട്രിയെല്ലാം കഴിഞ്ഞിട്ട് നോർത്തിൽ ഹിമാലയയിലും ഈസ്റ്റിലും സൗത്തിലും എല്ലാം ഡ്രൈവ് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ബാച്ചിൽ പാട്ടാകാൻ പറ്റും. അടിപൊളിയായിരിക്കും. സോ ട്രൈ ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. ലാൻഡ് റോവർ ഇന്ത്യനോടാണെങ്കിൽ രണ്ടാമത് എൻ്റെ സുഹൃത്തും കൂഗ മോട്ടോർ സ്പോർട്ടിൻ്റെ ഹെഡായിട്ടുള്ള ആശിഷിനോടാണ് താങ്ക്സ് ഉള്ളത്. ഹി ഹാസ് ക്യൂറേറ്റഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡ് എക്സ്പെഡിഷൻ ഡ്രൈവ് ഐ എവർ ഹാഡ്. അമേസിങ്.